ഇതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രാഗം തിയേറ്ററിൻ്റെ ഉൾഭാഗം കേട്ടോ. ഇതാ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ബോക്സിൽ നമുക്ക് VIP ഒക്കെ വരുമ്പോൾ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്നത് VIPസിന് മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ. QACയുടെ സ്പീക്കറാണ് ഉള്ളത് കണ്ടോ. ഇതെല്ലാം QACയുടെ സ്പീക്കേഴ്സാണ്. 1 2 3 4 5 6. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ശ്രീജിത്ത് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക്, നമ്മുടെ തൃശ്ശൂരാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു സിനിമ ലൊക്കേഷൻ വീഡിയോ അല്ല, സിനിമ തിയേറ്റർ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ട നമ്മുടെ തൃശ്ശൂരിലുള്ള രാഗം തിയേറ്റർ റിവ്യൂ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയാണ്, ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇറങ്ങി. അപ്പോൾ രാഗം തിയേറ്ററിൽ വിക്രമാണ് പടം ഓടുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വടക്കുന്നാഥൻ്റെ മുന്നിൽ തന്നെയുള്ള നല്ല കാറ്റുണ്ട് കേട്ടോ. അവിടെ വടക്കുന്നാഥൻ്റെ തൊട്ട് മുന്നിലായിട്ടുള്ള രാഗം തിയേറ്ററിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അതേ റൗണ്ടിൻ്റെ ചുറ്റും തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റം നടക്കുന്ന സ്ഥലം അവിടെയായിട്ടാണ് രാഗം തിയേറ്റർ, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് രാഗം തിയേറ്ററിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം കേട്ടോ. അപ്പോൾ ഒരു സ്പെഷ്യൽ തിയേറ്റർ റിവ്യൂ വീഡിയോ ആണ്. പെരിങ്ങോട്ടുകര ദേവ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ രാഗത്തിൻ്റെ ചെയ്യുമെന്ന്. അപ്പോൾ രാഗത്തിൽ പോയിട്ട് നമുക്ക് വിക്രമം കൂടി കാണാം. ഞാൻ സെക്കൻഡ് ടൈമാണ് വിക്രം കാണുന്നത്. പാലക്കാട് നിന്ന് കണ്ടിരുന്നു സത്യമെന്ന്. അതിന് ശേഷം ഇപ്പോൾ ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ വട്ടമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് രാഗം തിയേറ്റർ കാണാം കേട്ടോ. എക്സൈറ്റഡാണ് ഞാൻ, കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസുള്ളൊരു തിയേറ്ററാണ് ജോർജ് ഏട്ടൻസ് രാഗം. അപ്പോൾ ആ തിയേറ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും കൂടുതൽ ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മറ്റൊരു തിയേറ്ററിന് ഇത്രയും ഫാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് രാഗത്തിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം അല്ലേ. അപ്പോൾ അതേ നമ്മൾ നേരെ ഓപ്പോസിറ്റുള്ള വടക്കുന്നാഥൻ്റെ മുന്നിൽ നിന്ന് തെക്കേ ഗോപുര നടയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന തന്നെ രാഗം തിയേറ്റർ കേട്ടോ. അതാ ഈ കാണുന്നതാണ് രാഗം. അപ്പോൾ രാഗത്തിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതാണ് എൻട്രൻസ്. ഇതേ ഇവിടെ വരുമ്പോൾ തന്നെ 4K ഡോൾബി അറ്റ്മോസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വിക്രമാണ് കേട്ടോ ഇവിടെ പടം ഓടുന്നത്. ഞാൻ ഇന്ന് ഞായറാഴ്ച കൊണ്ട് ഉച്ചയ്ക്ക് മാറ്റിനി ഷോ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിക്രമിൻ്റെയാണ് 4 ഷോ, 11, 2:30, 6 മണി, 9:30 അങ്ങനെ 4 ഷോകളാണ് ഓടുന്നത്. വലിയ ഫ്ലക്സൊക്കെ വെച്ച് അടിപൊളിയുണ്ട് കേട്ടോ രാഗം തിയേറ്റർ. ഇതാണ് എല്ലാവരും നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ജോർജ് ഏട്ടൻസ് രാഗം. നല്ല ആഘോഷമായിട്ട് തന്നെയാണ് വിക്രം ഓടുന്നത്. പ്രത്യേകിച്ച് വിക്രമിലെ ആ സൗണ്ട് സിസ്റ്റമൊക്കെ, സൗണ്ട് ഒക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും ഈ തിയേറ്ററിൽ വന്നാൽ. നമുക്കത് ഒരുപാട് അനുഭവിക്കാൻ പറ്റുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ കണ്ടിട്ടില്ല, കഴിഞ്ഞിട്ട് ഞാൻ അഭിപ്രായം പറയാം. എന്തായാലും ഉള്ളിലോട്ട് പോകാം. നമുക്ക് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ ടിക്കറ്റ് ബുക്കിംഗ് കാര്യങ്ങളും ബോക്സ് ഓഫീസ്, അതായത് ഇതിൽ പാർക്കിംഗ് ഫസ്റ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ 2 വീലർ പാർക്കിംഗ് ഇവിടെ ഉണ്ട്. ചെറിയൊരു ഇതായിട്ട് 2 വീലർ പാർക്കിംഗ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇത് ഫസ്റ്റ് രാവിലത്തെ നോൺ ഷോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പാർക്കിംഗാണ് ഇപ്പോൾ കാണുന്നത്, 2 വീലർ. പിന്നെ 4 വീലറിൻ്റെ പാർക്കിംഗ് വേറെ ഉണ്ട് കേട്ടോ. 4 വീലറിൻ്റെ അതേ ഇവിടെ ഉണ്ട്. ഇവിടെ കുറച്ച് ഇരുട്ടാണ്, ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. ഇതാണ് 4 വീലറിൻ്റെ പാർക്കിംഗ്. അത്യാവശ്യത്തിന് വലിയ പാർക്കിംഗ് ആണ് കേട്ടോ. മഴയൊക്കെ കൊള്ളാണ്ട് വെക്കാൻ പറ്റുന്നൊരു പാർക്കിംഗാണ് കണ്ടോ ഇട്ടിരിക്കുന്നത്. പിന്നെ അതേ ടിക്കറ്റ് കൊടുക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം അവിടെ പോയിട്ട്. ഇതാണിപ്പോൾ രാഗത്തിൻ്റെ ഇവിടെ ഒരു ബൈക്ക് പാർക്കിംഗ് ഉണ്ട് കണ്ടോ. ഇവിടെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിംഗ് സൗകര്യമുള്ളൊരു തിയേറ്ററാണ് രാഗം. ഇനി നമ്മളെന്തായാലും അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി 4 വീലർ പാർക്കിംഗ് ഇത്. അപ്പോൾ ഇനി നമുക്ക് ബോക്സ് ഓഫീസിൻ്റെ അവിടെ ഒന്ന് പോയി നോക്കാം അല്ലേ. അവിടെ അപ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കേട്ടോ. അവിടെ ഒരു കഫേ ഉണ്ട്, ചെറിയൊരു കഫേ ഉണ്ട്. വേണ്ടവർക്ക് പോയി സ്നാക്സൊക്കെ കഴിക്കാം. അപ്പോൾ നമ്മൾ ബോക്സ് ഓഫീസിലേക്കാണ് പോകുന്നത്. ആ ബോക്സ് ഓഫീസിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്, മദ്യം, പുകയില തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ബോക്സ് ഓഫീസ് രാഗം തിയേറ്ററിൻ്റെ. ബോക്സ് ഓഫീസ് എന്ന് പറയുമ്പോൾ ഇത് ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലമാണ്. റേറ്റ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് 100, ബാൽക്കണി 125. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് എടുക്കുകയാണെങ്കിൽ ടാക്സ് കൂടി വരും. ഓൺലൈനായി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ടിക്കറ്റ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്തു കേട്ടോ. ടിക്കറ്റ് 100 രൂപയുടെ ടിക്കറ്റ്, ഒരു താഴത്തെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റാണ് എടുത്തത്. 100 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ തിയേറ്ററിന് ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ഈ സിനിമാ തിയേറ്ററിന് ചരിത്രം ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് അതിൻ്റെ ചരിത്രം പറയാം. നമുക്ക് ഉള്ളിലോട്ട് ഇങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ ബോക്സ് ഓഫീസിൽ നിന്ന് അങ്ങോട്ടല്ല കേട്ടോ പോകേണ്ടത്, ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇതാണ് എൻട്രൻസ്, അതായത് രാഗം തിയേറ്ററിലേക്കുള്ള ഉള്ളിലേക്കുള്ള എൻട്രൻസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് രാഗം തിയേറ്ററിൽ വരുന്നത് കേട്ടോ. ഞാൻ ഇതേവരെ ജോർജ് ഏട്ടൻസ് രാഗത്തിൽ വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് താഴെ നമുക്ക് കാണുന്നത്. കടുവയൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. മുന്നിൽ വന്നാൽ തന്നെ ഒരു ആനയുടെ വലിയൊരു
നെറ്റിപ്പട്ട കെട്ടിയിട്ട് വിക്രത്തിൻ്റെ ഇതുണ്ട്. പിന്നെ തല്ലുമാല, നമ്മുടെ ടോവിനോ ചേട്ടൻ്റെ തല്ലുമാല ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വലിയൊരു ബാനർ വെച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിലേക്കാണ് ഇത്, ഫസ്റ്റ് ക്ലാസ് ബാൽക്കണിക്ക് മുകളിലാണ് ഇത് കാണുന്നുണ്ട്. അപ്പോൾ മുകളിലേക്കാണ് ശരിക്കും പോകേണ്ടത് നമുക്ക്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ, റെസ്റ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് സീറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, സാധാരണ സീറ്റ്സാണ്. അതെ, ഇവിടെ ഇരിക്കാനുള്ള സീറ്റ്സ് ഇതാണ്, ഇത്രയും സീറ്റ്സാണുള്ളത്. ഒരു 8-10 സീറ്റ് ഉണ്ടാവും കേട്ടോ അവിടെ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ വെയിറ്റിംഗ് റൂമാണിത്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഇതിൽ കൂടെയും പ്രവേശനം ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഈ തിയേറ്ററിൽ പ്രധാനമായിട്ട്. ഇത് ബോക്സ് ഓഫീസിൻ്റെ ബാക്ക് പോർഷൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് മുകളിലേക്ക് പോകാം അല്ലേ, മുകളിൽ പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ അതേ നമ്മൾ താഴത്തുനിന്ന് നേരെ മുകളിലോട്ട്, ഫസ്റ്റ് ക്ലാസ്സും ബാൽക്കണിയും മുകളിലാണ്, അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പോകാം കേട്ടോ. മുകളിലേക്ക് കയറാനുള്ള വഴിയാണിത്, എല്ലാം മുകളിലാണ്. താഴെ പ്രധാനം ഈ കാർപ്പറ്റൊക്കെ വെച്ച് നല്ല സുഖമുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. പഴയൊരു തിയേറ്ററിൽ നമ്മൾ സിനിമ കാണാൻ പോയൊരു ഫീലാണ്. ഇപ്പോഴത്തെ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പഴയൊരു തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നൊരു ഫീല് തന്നെയാണ് രാഗത്തിൽ വരുമ്പോൾ. ഇതുണ്ട്, അപ്പോൾ പടം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും ഇതാണ് ഇവിടുത്തെ ക്യാൻറ്റീൻ കാര്യങ്ങളൊക്കെ, ക്യാൻറ്റീൻ സെറ്റപ്പൊക്കെ ഇവിടെ ഇതാണ് കേട്ടോ. അതാണ് ഇത് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ക്യാൻറ്റീനാണ്. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ എൻട്രൻസ് ഇതാണ്. ഇതാണ് ക്യാൻറ്റീൻ സെറ്റപ്പ്. ഈ മുകളിലേക്ക് ബാൽക്കണി ഉണ്ട് കേട്ടോ. ജെൻസ് ടോയ്ലറ്റ് ഇവിടെ ഉണ്ട്. ടോയ്ലറ്റിൻ്റെ ഇത് ഈ ഇതിലാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫ്ലോറിൽ, അതായത് തിയേറ്ററിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൻ്റെ ഇതുള്ളത്. പടം കളിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ട് കേട്ടോ. പിന്നെ നേരെ ഓപ്പോസിറ്റ് ഇവിടെയായിട്ട് ലേഡീസ് ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. ലേഡീസ് ടോയ്ലറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ആൾക്കാരുള്ളതുകൊണ്ട് നമുക്കത് ഉള്ളിലേക്കൊന്നും അധികം ഇതാവാൻ പറ്റില്ല. അപ്പോൾ തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇതാവാം. ഇവിടെ ഇരിക്കാനുള്ളൊരു ഇതുണ്ട് കേട്ടോ, സൗകര്യമുണ്ട്. ഇതേ ഇവിടെ ഇരുന്ന് നമുക്ക് സംസാരിക്കാൻ, വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഉള്ളിലോട്ടും പോവാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്കാണ് ബാൽക്കണി. ഇതാണോ എഴുതി വെച്ചിട്ടുണ്ട്, ബാൽക്കണി പിന്നെയും മുകളിലേക്ക് പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് പറഞ്ഞു തരാനുള്ളത് ഇതാ, ഇവിടെ ചെറുതായിട്ട് നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു മാപ്പായിട്ടുണ്ട് കേട്ടോ, കണ്ടോ. ഫസ്റ്റ് ക്ലാസ് ഇങ്ങനെ ഡോർ 2, ഡോർ 1, ക്യാൻറ്റീൻ, ബാൽക്കണി, ക്യാൻറ്റീൻ, അങ്ങനെ ബാൽക്കണിയും ഫസ്റ്റ് ക്ലാസ്സിൻ്റെയൊക്കെ ഒരു മാപ്പായിട്ടുണ്ട്. മൊത്തത്തിൽ സീറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഉള്ളിൽ പോയിട്ട് പറഞ്ഞു തരാം. ഇതാണ്. അപ്പോൾ ചെറിയൊരു നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു മാപ്പ് പോലെ ഇവിടെ ഫ്ലോർ പ്ലാനും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഒക്കെ ആയിട്ട് ഇവിടെ ഒരു തന്നു വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ സാനിറ്റൈസേഷൻ അറേഞ്ച്മെൻറ്റൊക്കെ കൃത്യമായിട്ട് എഴുതി വയ്ക്കുന്നുണ്ട്. അതൊക്കെ നല്ലൊരു ഇതാട്ടോ. വെറുതെ അല്ല ഈ തിയേറ്ററിന് നല്ലൊരു ഫാൻ ബേസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിൽ പോയിട്ട് ഉള്ളിലത്തെ ഇതും കൂടി കാണാം ആദ്യം. അപ്പോൾ അതേ നമ്മളങ്ങനെ ഉള്ളിലേക്ക് കിടക്കുക കേട്ടോ, രാഗം തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതേ നൂൺ ഷോ കഴിഞ്ഞ് ഇപ്പോൾ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ റിവ്യൂ ചെയ്യാനുള്ള പെർമിഷൻ എടുത്തത്. അപ്പോൾ അതേ ഇതാണ് രാഗം തിയേറ്ററിൻ്റെ ഫസ്റ്റ് ക്ലാസ്. ഇതാ അത് ബാൽക്കണി മുകളിലെ. അപ്പോൾ ഈ തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പ്രേം നസീർ സാറാണ് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് 1974. സ്ക്രീന് വലിയൊരു സ്ക്രീനാണ്. ഈ ലൈറ്റിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. പക്ഷേ എന്തായാലും ഇതൊക്കെയാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. താഴെ 550 സീറ്റാണുള്ളത്, മുകളിൽ 197 സീറ്റ്, മൊത്തം 747 സീറ്റാണ് മൊത്തത്തിലുള്ളത് രാഗം തിയേറ്ററിന്. വലിയൊരു തിയേറ്ററാണ്. മുമ്പ് കുറേ അധികം സീറ്റ് ഉണ്ടായിരുന്നു, അതിന് കുറച്ച് പിന്നെ ഈ ലെഗ് സ്പേസ് കൂടി. ഇപ്പോൾ ഇവിടെ ഞാൻ ഇരുന്ന് കാണിച്ചു തരാം. ഇതാണ്ടോ, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കാല് സുഖമായിട്ട് നീട്ടി വെക്കാനുള്ളൊരു സ്പേസ് കിട്ടും. ഇതാണ്ടോ, സുഖമായിട്ട് നമുക്ക് നീട്ടി വെക്കാം, അത്രയും സ്പേസ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ, കണ്ടോ. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു സൗകര്യമാണ് ഈ തിയേറ്ററിൽ ചെയ്തിരിക്കുന്നത്. കംഫർട്ട് ലെവൽ ഒരുപാട് കൂടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഇതിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത് സിൽവർ 3D സ്ക്രീനാണ്, ഹാർട്ട്നെസ് സിൽവർ 3D സ്ക്രീനാണ് ഇതിൽ വന്നിരിക്കുന്നത് ഈ തിയേറ്ററിൽ. പിന്നെ പ്രൊജക്ടർ എന്ന് പറയുന്നത് 4230 പ്രൊജക്ടറാണുള്ളത്. പിന്നെ സ്പീക്കേഴ്സ് ഉണ്ട്, വലിയ സ്പീക്കർ 4 ഉണ്ട്. കാരണം വലിയ തിയേറ്റർ ആയതുകൊണ്ട് വലിയ സ്പീക്കർ 2 പകരം 4 ഉണ്ട്. 2 മുകളിലും 2 താഴെയായിട്ട്. അപ്പോൾ 4K ഡോൾബി അറ്റ്മോസ് ആണ് രാഗം തിയേറ്റർ. അപ്പോൾ അതൊക്കെയാണ് തിയേറ്ററിൻ്റെ ഇതായിട്ട് വരുന്നത്, ഉള്ളിലായിട്ട് വരുന്നത്. അപ്പോൾ സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ അതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കംഫർട്ട് ലെവലിൽ ഏറ്റവും നല്ലൊരു കിടിലൻ തിയേറ്റർ, സൗണ്ട് സിസ്റ്റം ആണെങ്കിലും എല്ലാം
നല്ലൊരു തിയേറ്ററാണ് രാഗം. അത് ഒരിക്കലും നമുക്ക് മറുത്ത് പറയാനില്ലാത്ത, വെറുതെ അല്ല, നമുക്ക് ഇതിൽ രാഗം തിയേറ്ററിന് ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് പറയാൻ കാരണം വെറുതെ അല്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് സമയക്കുറവ് കാരണമാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. കാരണം ഇപ്പോൾ അടുത്ത ഷോ ഇടാറായി, ആളുകൾ കയറാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ 100ൻ്റെ ഉണ്ടോ. ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് 100 രൂപ, മുകളിൽ ബാൽക്കണിക്ക് 125 രൂപ. റീസണബിൾ പ്രൈസ് കൂടിയാണ് കണ്ടോ. നല്ല കംഫർട്ടാണ്, സീറ്റിംഗ് ഒക്കെ നല്ല കംഫർട്ടാണ്. ചാരി ഇരിക്കാൻ പറ്റിയ സീറ്റാണ്, അടിപൊളി സീറ്റാണ്. എന്തായാലും തിയേറ്റർ തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പഴയ നമ്മുടെ ഒരു തിയേറ്റർ സെറ്റപ്പ് മോഡേണൈസ് ചെയ്ത പോലെ തോന്നും, മൾട്ടിപ്ലക്സിന് പകരം. അത് തന്നെ വലിയൊരു ഫീലാണ് കേട്ടോ നമുക്ക് തരുന്നത് മൂവി വാച്ച് ചെയ്യുമ്പോൾ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ കംഫർട്ടിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ എന്തായാലും ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാണ് താഴെ ഫസ്റ്റ് ക്ലാസിൻ്റെ ഇത് കേട്ടോ. ഈ ഫസ്റ്റ് ക്ലാസിൻ്റെ അവിടെ നിന്നിട്ട് നമുക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ ഇതുണ്ടോ, ഇതാണ് നമ്മുടെ രാഗം തിയേറ്ററിൻ്റെ ഒരു വ്യൂ. അടിപൊളിയൊരു വ്യൂ ആണ് ഇത് കണ്ടോ. എന്ത് വലിയ തിയേറ്റർ അറിയോ. ഫസ്റ്റ് ക്ലാസ്സിന് 550 സീറ്റ് തന്നെ വലിയൊരു ഇതാണ്. മുകളിൽ 197 സീറ്റും ബാൽക്കണി. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു തിയേറ്ററാണ് അപ്പോൾ രാഗം. ഒപ്പം തന്നെ ഞാൻ സൗണ്ട് സിസ്റ്റം ആദ്യമായിട്ട് രാഗത്തിൻ്റെ അനുഭവിക്കാൻ പോകണം. അപ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആണ് കേട്ടോ ഞാൻ. അപ്പോൾ നമുക്ക് എന്തായാലും മുകളിലേക്കൊന്ന് പോയി നോക്കാം അല്ലേ, ബാൽക്കണിയും കൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അവിടെ നിന്ന് നേരെ മുകളിലോട്ട് പോകാം കേട്ടോ. ഇതാ മുകളിലേക്കുള്ള വഴി ഇതാണ്. അപ്പോൾ വേറൊരു കാര്യം കൂടി ഇതിൽ പറയാനുണ്ട്. വിക്രമല്ലേ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വിക്രമിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ തിയേറ്റർ കേരളത്തിൽ രാഗം തിയേറ്ററാണ്, തൃശ്ശൂർ രാഗം തിയേറ്ററാണ്. സോ അതൊരു റെക്കോർഡായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വിക്രമിൻ്റെ ഡയറക്ടർ ലോകേഷ് കനകരാജും മ്യൂസിക് ഡയറക്ടർ അനിരുദ്ധും ഇവിടെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നാളെ, അതായത് തിങ്കളാഴ്ച, ഇന്ന് ഞായറാഴ്ചയാണ്, നാളെ ജൂൺ 13-ാം തീയതി. അത് ഞാൻ പേപ്പറിലും കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ബാൽക്കണി. ബാൽക്കണിയിലും സെയിം സെറ്റപ്പ് തന്നെയാണ്. ലേഡീസ് ടോയ്ലറ്റ് ഇവിടെ ഉണ്ട്. 2 എൻട്രി ഞാൻ എപ്പോഴേ കാണിച്ചിരുന്നല്ലോ. മാപ്പ് എൻട്രി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു മാപ്പ് ഇവിടെ തന്നു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്യാൻറ്റീൻ, ഇതിന് സെപ്പറേറ്റ് ക്യാൻറ്റീൻ സെയിം തന്നെയാണ്. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ സെയിം ക്യാൻറ്റീൻ പോലെ തന്നെ മുകളിൽ ബാൽക്കണിക്ക് ഒരു ക്യാൻറ്റീൻ. പിന്നെ ഞാനിവിടെ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ബോക്സിൽ നമുക്ക് VIP ഒക്കെ വരുമ്പോൾ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്നത്, VIP മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ എന്തായാലും നൗ ഷോയിങ്, അതായത് ഏത് പടമാണോ കാണിക്കുന്നത് കാണിക്കാൻ വേണ്ടി ഒരു ഇതുണ്ട്. പിന്നെ ഈ തിയേറ്ററിൻ്റെ ചരിത്രം എന്തായാലും ഞാൻ പറയാം. എന്തായാലും നമുക്കൊരു അഭിമാന നിമിഷം തന്നെയാണ്. തൃശ്ശൂർ ജോർജ് ഏട്ടൻസ് രാഗം റിവ്യൂ ചെയ്യാൻ പറ്റി. ഈ തിയേറ്ററിൻ്റെ തുടക്കം പ്രേം നസീർ സാറാണ് ഈ തിയേറ്റർ ഉദ്ഘാടനം ചെയ്തത്. 1974 നെല്ല് എന്നുള്ള സിനിമയാണ് ആദ്യം ഇവിടെ കളിച്ചത്. അപ്പോൾ അതാണ് ഈ തിയേറ്ററിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോഴും ആ പഴയ തിയേറ്റർ എന്നുള്ള കോൺസെപ്റ്റ്, മൾട്ടിപ്ലക്സ് ഒക്കെ മാറി തിയേറ്റർ എന്നുള്ള കോൺസെപ്റ്റ് ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് പോകുന്നു. അപ്പോൾ അതാണ് തൃശ്ശൂർ രാഗം തിയേറ്റർ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് കേട്ടോ. ഇന്നും നമുക്ക് തിയേറ്ററിൽ വന്ന്, പണ്ടത്തെ കാലത്ത് തിയേറ്ററിൽ വന്നിരിക്കുന്ന ഒരു ഫീലാണ് തൃശ്ശൂർ രാഗത്തിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോവാം അല്ലേ. അപ്പോൾ നമ്മളങ്ങനെ രാഗത്തിൻ്റെ ബാൽക്കണി സെക്ഷനിലേക്ക് വന്നു കേട്ടോ. ഇതാണ് ബാൽക്കണി സെക്ഷൻ. അതിൻ്റെ സ്പീക്കർ ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. എന്താ QACയുടെ സ്പീക്കറാണ് ഉള്ളത് കണ്ടോ. ഇതെല്ലാം QACയുടെ സ്പീക്കേഴ്സാണ്. 1 2 3 4 5 6 6 ഈ ഭാഗത്തും 6 ആ ഭാഗത്തും 6 അവിടെയും, മൊത്തം 18 വലിയ സ്പീക്കർ 4 2 ഭാഗങ്ങളിലായിട്ട്. അപ്പോൾ അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, താഴെ നിന്നുള്ളൊരു മുകളിൽ നിന്നുള്ളൊരു വ്യൂ, കിടിലൊരു വ്യൂ ആണ് കണ്ടോ. അപ്പോൾ ആളുകളൊക്കെ ഉള്ളിലേക്ക് വന്ന് തുടങ്ങി. ഇത് കണ്ടോ, ഇതാ കുറച്ച് പേരൊക്കെ താഴെ വന്ന് തുടങ്ങി. അപ്പോൾ ഇതാണ് 197 പേരുടെ കപ്പാസിറ്റിയുള്ള ബാൽക്കണിയിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കംഫർട്ട് ലെവലാട്ടോ ഇവിടെ. എനിക്ക് ടിക്കറ്റ് സത്യം പറഞ്ഞാൽ ഇന്നലെ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിലാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ എടുത്തത് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ബാൽക്കണിയിൽ എടുത്തിട്ടുണ്ടാവും. അതാ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കണ്ടോ, ഇരുന്നിങ്ങനെ ചാരി ഇരിക്കാം. അടിപൊളി, നല്ല സുഖമാണ്, കംഫർട്ട് ലെവലുണ്ട്. ഒരു പഴയൊരു തിയേറ്റർ പുതുക്കി പണിത് ഇത്രയും കംഫർട്ട് ലെവലിൽ എത്തിച്ചത് അത് ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം കേട്ടോ തിയേറ്ററിൻ്റെ ഉടമകൾക്ക്. അപ്പോൾ എന്തായാലും ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഇതിൻ്റെ ഒരു പങ്കുണ്ട്. അപ്പോൾ എന്തായാലും അതാണ് ബാൽക്കണി. പിന്നെ പ്രൊജക്ടർ റൂം അവിടെയാണ്, ഇതേ മുകളിലുണ്ട് പ്രൊജക്ടറിൻ്റെ റൂം. ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ 4230 പ്രൊജക്ടറാണ് ഇവിടെ ഉള്ളത്. ഞാനിവിടെ തിയേറ്റർ അവരോട് ചോദിച്ചപ്പോഴാണ് എനിക്കിതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായി മനസ്സിലായത്. സ്ക്രീൻ ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ ഹാർട്ട്നെസ്സിൻ്റെ സിൽവർ 3D സ്ക്രീനാണ്. 3D സിനിമകളും വരും.
അപ്പോൾ എന്തായാലും ഞാൻ സൗണ്ട് സിസ്റ്റം ആസ്വദിക്കാൻ പോവുകയാണ് നമ്മുടെ രാഗം തിയേറ്ററിൻ്റെ കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം. ഫസ്റ്റ് ടൈമാണ് രാഗം. ഓൾവേസ് എക്സൈറ്റ്മെൻറ്റിലാട്ടോ ഞാൻ. എന്തായാലും വിക്രം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. കാരണം ഒരു തവണ കണ്ടു, രണ്ടാമത്തെ തവണയാണ് വിക്രം കാണുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയുണ്ടെന്നുള്ളത് ഞാനൊന്ന് കണ്ടു നോക്കട്ടെ കേട്ടോ. അപ്പോഴേ രാഗത്തിലെ ഞാൻ ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങി. രാഗത്തിലെ കർട്ടൻ റൈസർ അടിപൊളി കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണാൻ പോവാണ്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലാണ്, ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ക്ലാസ്സിലാണ് ടിക്കറ്റ്. അപ്പോൾ അതൊന്ന് നമുക്ക് തുടങ്ങാം, കാഴ്ചകൾ കാണാം. അതൊന്ന് പറയാൻ വിട്ടുപോയി. കർട്ടൻ റൈസറിൻ്റെ ചില ഭാഗങ്ങൾ കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നുണ്ട്. അതിൻ്റെ ചില ഭാഗങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ കർട്ടൻ റൈസർ ഒന്ന് കാണാം. അപ്പോൾ ഞാനങ്ങനെ പടം കണ്ട് ഇറങ്ങിയിട്ടോ. അയ്യോ വിക്രം ഒരു രക്ഷയില്ല. കണ്ടതാണ് ഒരു തവണ, സെക്കൻഡ് ടൈമാണ് ഇവിടുന്ന് കാണുന്നത്. രാഗത്തിൽ വന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതെന്തായാലും സാധിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ട്. കാരണം ഇവിടുന്ന് തിയേറ്റർ അവിടുത്തെ അധികൃതർ തന്ന ഇൻഫർമേഷനും പിന്നെ എനിക്ക് അറിയാവുന്ന കുറച്ച് ഇൻഫർമേഷനുമാണ് ഞാൻ പറഞ്ഞു തന്നത്. ഉള്ളിലെല്ലാം കാണിച്ചു തന്നു. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് വിക്രമിൽ ആ ഒരു മ്യൂസിക്കും അനിരുദ്ധിൻ്റെ മ്യൂസിക്കും എല്ലാവരും അതും കൂടി രാഗത്തിലെ എഫക്റ്റും കൂടി ആകുമ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ. ഒരു സൗണ്ട് സിസ്റ്റമൊക്കെ കിടിലെന്ന് പറയാം. ഡോൾബി അറ്റ്മോസ് എന്ന് പറയുന്നത് അനുഭവിച്ചറിയാവുന്ന ഒരു തിയേറ്ററാണ് രാഗം എന്ന് പറയുന്നത്. എൻ്റെ അനുഭവത്തിൽ ആ ഒരു എഫക്റ്റൊക്കെ ഭയങ്കരമായിരുന്നു. നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്തു. ഞാൻ അത്രയും എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുക കേട്ടോ. എന്താ വെച്ചാൽ അപ്പോൾ രാഗം തിയേറ്റർ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും ഫാൻ ബേസ് ഉള്ളതെന്നുള്ളത് എനിക്ക് ഇവിടെ വന്നപ്പോൾ അനുഭവിച്ചറിഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ നാളെ. ഇപ്പോൾ എന്തായാലും ഇവിടെ ഇതിൻ്റെ സംവിധായകൻ, വിക്രത്തിൻ്റെ സംവിധായകൻ, ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയത് ഇവിടെ അല്ലേ. വിക്രം എന്ന സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ സംവിധായകൻ ലോകേഷ് കനകരാജും അനിരുദ്ധ് മ്യൂസിക് ഡയറക്ടറും വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത തൃശ്ശൂർ ജോർജ് ഏട്ടൻസ് രാഗം തിയേറ്ററിൻ്റെ റിവ്യൂ. ഞാൻ പോയി വിക്രം കണ്ട് സൂപ്പർ എക്സ്പീരിയൻസ്. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ രാഗത്തിൽ ഒരു ബോക്സ് ഉണ്ട്. ബോക്സിൽ VIPs പറഞ്ഞ സിനിമ ആക്ടേഴ്സ് അങ്ങനത്തെ ഇമ്പോർട്ടൻസ് പേഴ്സൺസിന് മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ബാക്കിയുള്ള തിയേറ്ററിൻ്റെ മൊത്തത്തിൽ കവർ ചെയ്തു, എക്സ്പീരിയൻസും ചെയ്തു. ഞാൻ രണ്ടാമത്തെ വട്ടം വിക്രം കണ്ടു. സോ എന്തായാലും വടക്കുന്നാഥിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തി. ഞാൻ ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ, തിയേറ്റർ റിവ്യൂ വീഡിയോ, നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇനിയും നമ്മൾ തിയേറ്റർ റിവ്യൂ ചെയ്യുന്നതായിരിക്കും കേട്ടോ. റിവ്യൂസ് ഇനിയും വരുന്നതായിരിക്കും. ഇനി നല്ല നല്ല തിയേറ്റേഴ്സിൻ്റെ റിവ്യൂസ് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണത്തെ ഒപ്പം തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ ലൊക്കേഷൻ വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ ശ്രീജിത്ത് വ്ളോഗിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.